ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. കുറേ നാളായി നമ്മൾ കണ്ടിട്ടില്ലേ. എൻ്റെ അടുത്ത് ഫോൺ ഉണ്ടായില്ല, ഫോൺ പോയായിരുന്നു. അപ്പോൾ നമ്മളൊരു ഫോണൊക്കെ സെറ്റ് ചെയ്ത് നമ്മളൊരു സ്ഥലം വരെ പോവാം. ഇൻസ്റ്റാഗ്രാമിൽ കുറേ വൈറലായ സ്ഥലമാണ്. ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ കാണിച്ചു തരാം കേട്ടോ. ഞാനപ്പോൾ പോയി നേരിട്ട് കാണാം. പോയിട്ട് എങ്ങനെയാവും, എങ്ങനെയാണ്, എന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം നമ്മൾ കുറേ ആയാലും എത്തട്ടെ, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു സെറ്റപ്പായിട്ട് അങ്ങ് പോവാം. നോക്കട്ടെ, നമുക്ക് ചെന്നിട്ടുള്ള ബാക്കി വീഡിയോസും കാര്യങ്ങളെല്ലാം കാണാം. നമ്മുടെ മൈക്കില്ല വയസ്സ്, മൈക്ക് പോയി. മൈക്ക് സപ്പോർട്ട് ആവുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല. അതിൻ്റെ അത് ഇതുവരെ എടുത്ത് നോക്കിയിട്ടില്ല. അപ്പോൾ മൈക്ക് സപ്പോർട്ട് ആവുകയാണെങ്കിൽ മൈക്ക് വെച്ചിട്ട് വീഡിയോ ആയിരിക്കും തന്നെ. അല്ലെങ്കിൽ നിങ്ങൾ ഈ തവണത്തേക്കൊന്ന് ക്ഷമിക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലൊരു ബെറ്റർ മൈക്കൊക്കെ വാങ്ങിച്ചിട്ട് ഒന്ന് സെറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. നമ്മളിങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ടൈം കുറേ നാളൊക്കെ ശേഷം എടുക്കണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് തിരിച്ചെടുക്കാൻ മര്യാദക്ക് പറഞ്ഞിട്ടുണ്ട്. തിരിച്ചെടുക്കാരാ. ഹായ് ഗായ്സ്, ഓരോ വണ്ടി പറഞ്ഞോട്ടി പറയണ കയറിക്കോടെ. അതിന് ലക്ഷങ്ങൾ കൊടുത്താലേക്ക് വിഷയല്ല. ഒരു 50 രൂപ ചെക്ക് മതിയോ? 50 രൂപയ്ക്ക് ചെക്കാനല്ല എഴുതാ. അതൊക്കെ സ്പീഡിങ്ങൊക്കെ വിഷയമല്ല. ഒരു സ്ഥലം ആണെങ്കിൽ നമ്മളിത് ഉൾക്കാട്ടിലൂടെയാണ് പോണേ. ഉൾക്കാട്ടിലൂടെയാണ് നമ്മൾ ഇതിലൂടെ പോകുന്നത്. മൈക്ക് വർക്കാവുണ്ടോന്ന് എനിക്കറിയില്ല. നല്ല കാറ്റാണ്. റോക്കറ്റ് പോണതാണ് ഓരോരുത്തർ പോണത്. നല്ല വഴിയാണല്ലോ. നമ്മള് തന്നെ പതുക്കെ പോണത്. നമുക്ക് പതുക്കെ പോയി പതുക്കെ എത്തിയാൽ മതി. നമ്മളിങ്ങനെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ പോണ ദൃശ്യങ്ങൾ കാണിച്ചു കേട്ടോ. നമ്മൾ തിരിച്ചു പോകണം എന്തായാലും എടുക്കില്ല. നമ്മൾ ചിലപ്പോ നമ്മുടെ സ്വന്തം ഡാബ അങ്ങോട്ട് വരെ പോവും. ചിലപ്പോ അവിടെ പോയി ഉറപ്പില്ല. നോക്കട്ടെ കേട്ടോ. ഞങ്ങൾ വന്ന വഴിക്ക് ഞങ്ങളുടെ അവിടെ തന്നെയാണോ നമ്മുടെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ അകത്ത് ഫ്ലൈറ്റ് പോകുന്നതും വന്നതുമായ വിവരങ്ങൾ ശേഖരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. നമുക്കിപ്പോൾ ഒരിക്കലും ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് പെർമിഷനായിട്ട് കയറാൻ പറ്റത്തില്ല. ഇത് ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മൾ പോണ വഴിക്ക് തന്നെയാണ്. അപ്പം നമ്മൾ ജസ്റ്റ് കയറി കണ്ടിട്ട് അങ്ങ് പോകാന്നുള്ള രീതിയിൽ അങ്ങനെ നിന്നോ. നമ്മള് ഉണ്ടല്ലോ ഈ വഴിക്കാണ് നമ്മൾ കൂടെ വന്നത്. ഇവിടുന്ന് ഉള്ളേരിയയിലേക്കാണ് നമ്മുടെ ഈ സിയാലിന്റെ പ്രോപ്പർട്ടി. നമുക്കവിടെ റെസ്ട്രിക്റ്റഡ് ആണ്. നമുക്ക് ആർക്കും പറ്റത്തില്ല. ഈ വഴി നൈസ് വഴിയാട്ടോ. നമുക്ക് നല്ല ആംബിയൻസ് ഉള്ള ഏരിയാസ് ആണ് നമ്മൾ പോകുന്നത്. ഫുൾ തണുപ്പാണ്. നമ്മൾ എപ്പോൾ വന്നാലും വെയിലത്ത്, ഉച്ചയ്ക്ക് വന്നാലും വൈകിട്ട് വന്നാലും
എപ്പോൾ വന്നാലും തണുപ്പാണ്. അങ്ങനത്തെ നല്ല രസമുള്ള ക്ലൈമറ്റ് ആണ് അവിടുത്തെ. അപ്പൊ നമുക്ക് കാണാം. ഹലോ ഇറ്റ്സ് മീ അശ്വിൻ ജൂനിയർ, അല്ല അശ്വിനനി. ഇനി എന്റെ വ്ളോഗിങ് കാണാം. നമ്മളതിന് ഒരു ഏകദേശം 1 കിലോമീറ്റർ, അപ്രോക്സിമേറ്റ്ലി 1 കിലോമീറ്ററോട് കഴിഞ്ഞാൽ നമുക്ക് മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞ തട്ടേക്കാടിന്റെ വൺ ഓഫ് ദി ഹെവൻ കൺട്രികളിൽ, ഹെവൻസ് എന്ന് വേണമെങ്കിൽ പറയാം, കോതമംഗലത്തിന്റെ ഹെവൻ അങ്ങനെ പറയാം. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് നമുക്ക് എല്ലാം കിലോമീറ്റർ. ഞാൻ മാപ്പ് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് പറയാം. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും വായിക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് ഫുൾ വനം ഏരിയ ആണ്. ഇവിടെ എന്തെങ്കിലും വള്ളി ഉണ്ടാക്കാന് നല്ല പണി കിട്ടും. നമ്മൾ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് പോണേ കാണാം. പിന്നെ ഇതൊക്കെയാണ് ഇവിടെ പറയേണ്ട നിയമങ്ങൾ കേട്ടോ. യാത്രക്കാരെ ശ്രദ്ധിക്കുക. രാവിലെ ആണ്, വെളുപ്പിനെ വന്നാൽ നമുക്ക് ഇവിടെ ആനേനെ കാണാൻ പറ്റും. പക്ഷെ ഇപ്പൊ പോയാൽ കാണാൻ പറ്റുമോന്നും അറിയില്ല. ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കാണാം, അല്ലാതെ നമുക്കൊന്നും ചെയ്യാനില്ല. നമുക്ക് പോയി നോക്കാൻ തരും. ഇതിനെ പോണെങ്കിൽ കാണാം. ഇത് നമ്മുടെ യൂട്യൂബറിന്റെ പ്രോ റൈഡിങ് കാണാൻ ഹോൺ അടിക്കാൻ പാടില്ലാത്ത ഏരിയാസ് ആണെന്നൊക്കെ. നമുക്ക് ഹോൺ നിരോധിത ഏരിയാസ് ആണ്. ഫോറസ്റ്റിനോട് നമ്മളിത് എവിടെയാണെങ്കിലും ശരി, ഫോറസ്റ്റ് ഏരിയ ചെന്നാൽ നമുക്ക് ഹോൺ അടിക്കാനുള്ള അനുവാദം നമുക്കില്ല. കാരണം നമ്മള് അവർക്കടെ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ ഹോൺ അടിച്ച് വിളിച്ച് അടിപ്പിക്കുന്നവരായിരിക്കും. മൃഗങ്ങളുടെ അടുത്തല്ല, ഫോറസ്റ്റ് ഏരിയയിലും പോയി അടിക്കും, ഹോൺ അടിക്കാൻ നിൽക്കുക. ഇത് മിനി സ്വിറ്റ്സർലാൻഡിന്റെ ഒക്കെ ഒരു വൈബുള്ള സ്ഥലമാണ്. പക്ഷെ എല്ലാരും തെറ്റിദ്ധരിച്ച് ഇവിടെ ചെല്ലുന്നുണ്ട്. പിന്നെ അതെ, ഇത് എന്റെ അടുത്തൊരു പുഴ, എന്റെ അടുത്തൊരു ജെട്ടി ഉണ്ടെന്നാണ് ഗൂഗിൾ മാപ്പ് കാഴ്ചകള്. ഇടയ്ക്ക് ഷേക്കിംഗ് ഉണ്ട് എന്റെ ഗിം. അതെ, അത്രയും പ്രൊഫഷണൽ. ഇവൻ ബ്രേക്ക് പിടിച്ചത് മതിയായി പോയി അലമ്പായി. ഇതാണ് ഇത്ര നേരം വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് ഞാനാണ്. ഞങ്ങളുടെ ബഡീസ്. ഞാൻ അപ്പുറത്തെ വ്യൂ ഇത് സ്വിച്ച് ചെയ്യാൻ അപ്പൊ ഞാൻ അപ്പുറത്തെ വ്യൂ പോയി കാണിച്ചു. ഇതാണ് വ്യൂ. ഇത് ഒരു പാലത്തിന്മേന്നുള്ള ഒരു വ്യൂ ആണ്. എല്ലാരും കണ്ടോളൂ. ഇതൊക്കെ നല്ല രസമുള്ള ഏരിയാസ് ആണ്. ഒരു മല ഏരിയ, നമുക്ക് നല്ല വ്യൂ ആണ്, നല്ല രസമുണ്ട്. അവിടെ ആണെങ്കിലും പുഴ, നല്ല നൈസ് വ്യൂസ്. കുറെ നാൾക്ക് ശേഷം നമ്മൾ വീഡിയോ എടുക്കുന്നു. കുറെ നാൾക്ക് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ നല്ല രീതിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നു. നമുക്ക് അപ്പൊ പോകണമെങ്കിൽ ബാക്കിയുള്ള വീഡിയോസ് കാണാം കേട്ടോ. ഹലോ ഗൈസ്, ഇതാണ് കുട്ടമ്പുഴ, അത്യാവശ്യം ഫേമസ് ആയ അമ്പലം. എനിക്ക് ഇവിടുത്തെ പ്രതിഷ്ഠ മഹാദേവന്റെ പ്രതിഷ്ഠയാണ് ഇവിടെ. ഈ ഫ്രെയിം കണ്ടോ, ഒരു രക്ഷയില്ലാത്ത ഫ്രെയിം. ഇതിന്റെ അപ്പുറം ഈ അമ്പലത്തിന്റെ താഴെയുള്ള നേരെ ഒരു പുഴയാണ്. അപ്പൊ സൈഡില് പിന്നെ ഒരു അമ്പലം. നല്ല രസം ഉണ്ടാവും. നല്ല കിട്ടിലും ഫ്രെയിമായിട്ട് എന്താ പറയാ, നല്ല രസമുള്ളൊരു. എല്ലാവരും അറിയുന്ന പോലെ ഇതാണ് തട്ടേക്കാട് ബേർഡ് സാഞ്ചുറി കേട്ടോ. നമുക്ക് പിന്നെ ഒരു ദിവസം വന്ന് വീഡിയോ എടുക്കുന്നതായിരിക്കും. ഇപ്പൊ നമുക്ക് പോകുന്നില്ല, നമ്മൾ ഈ വഴി മുമ്പോട്ട് നേരെ പോവാ കേട്ടോ. വയസ്സ് അപ്പൊ കാണാം. നമുക്ക് ജസ്റ്റ് കുറച്ചുകൂടി ഉള്ളൂ. അപ്പൊ ചിലപ്പോ വരും, എന്റെ ഇടയ്ക്ക് ഞാൻ വരും. നമ്മളങ്ങനെ പോകുന്ന വഴിക്കെത്തിയിട്ടുണ്ട്. ഒരു ഉള്ളേരിയയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മളിങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. ഇതാണ് വഴി, ഉള്ളേരിയ വഴി. ശരിക്കും കണ്ടോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല, ഫസ്റ്റാണ്. നല്ല സൂര്യനൊക്കെ നല്ല കിട്ടിയിട്ട് പ്രത്യേക ഒരു വഴിപാട്ടോ. പോയി നോക്കട്ടെ. ഒരു 150 മീറ്റർ ഉള്ളിലോട്ട് നടക്കണം, എന്നാലാണ് നമുക്ക് സ്വിറ്റ്സർലാൻഡ് എത്തുള്ളൂ. അങ്ങനെ സ്വിറ്റ്സർലാൻഡ് ഇതേ കാണുന്ന സ്വിറ്റ്സർലാൻഡ്, റീലിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സ്വിറ്റ്സർലാൻഡ്. നമുക്ക് ബാക്കി അവിടെ ചെന്നിട്ട് കാണാം.
നമ്മൾ ഇറങ്ങി വരുന്ന വഴിയാട്ടോ വയസ്സിൽ ഇറങ്ങി വന്നിട്ട് വന്നം ഒരു തോട് വഴി തോട് കവർ ചെയ്ത് ഇങ്ങനെ പോകണം. മഴയാണെങ്കിൽ നല്ല രസമായിരുന്നു, പക്ഷെ മഴയല്ലെങ്കിൽ പോലും ഇപ്പോൾ നിറച്ചും നല്ല ആൾക്കാരുണ്ട്. അപ്പം കുറേ പ്രൈവസി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് നമുക്കൊരു സ്ഥലത്ത് എത്തി ഒരു ഗ്യാപ്പ് എത്തിയിട്ട് നമുക്ക് എടുക്കാം. ഇതാണ് മിനി സ്വിറ്റ്സർലൻഡ്. മഴക്കാലത്ത് ലാസ്റ്റിൽ ഇതാണ് വെയിലുള്ളപ്പോഴുള്ള അവസ്ഥ. മഴക്കാലത്ത് ഇതിലും ബെറ്റർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. രസമുണ്ട്. മറ്റൊരുപാട് റീൽസായിട്ട് ഇതിനകത്ത് ചെറിയൊരു ഇത് നമ്മളെന്നിട്ട് പതുക്കെ ഇതൊന്ന് പോവാട്ടോ. നമ്മുടെ ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വണ്ടി എങ്ങനെ എത്തും എന്നൊരു ഐഡിയ ഇല്ല. നമ്മുടെ വണ്ടിയൊക്കെ നമ്മൾ പോണ കാണിച്ചാൽ കേട്ടോ, നമുക്ക് എപ്പോൾ എങ്ങനെ എത്തും, എത്ര കിലോമീറ്റർ തള്ളണോ വേണ്ടോ എന്നറിയില്ല. അപ്പോൾ നമ്മളതുകൊണ്ട് ഇവിടുത്തെ പതുക്കെ പോവാം കേട്ടോ. ഇവിടെ കുറേ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഒരു ഫുട്ബോൾ കളിക്കുന്നുണ്ട് ആൾക്കാർ, പിന്നെ അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് നമുക്ക് ഇവിടെ നടക്കുന്നുണ്ട്. ഫോട്ടോസാണെങ്കിലും വീഡിയോസ് എടുക്കാനാണെങ്കിലും കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നല്ല ക്രൗഡഡാണ് ഇപ്പോൾ. നമുക്കിതിൻ്റെ ടാസ്ക് എന്നാന്ന് വെച്ചാൽ ഈ സൈഡിലൊരു ഇതുണ്ട്, വെള്ളമുണ്ട്. വെള്ളത്തിൻ്റെ അപ്പുറം നമുക്ക് കിടക്കണം. നമ്മളാണെങ്കിൽ കറക്റ്റായിട്ട് ഷൂട്ട് കൊണ്ടുവന്നു. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കിപ്പം അത് നോക്കട്ടെ, നമ്മളൊന്ന് നോക്കിയിട്ട് അങ്ങ് പോവാം. നല്ല രസമുണ്ട് കേട്ടോ, നല്ല കഴിവ്. നല്ല ഈ സമയത്ത് നല്ല തണുപ്പ് വന്നു തുടങ്ങി. നല്ല രസമായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കട്ടെ, നമുക്ക് അങ്ങനെ എത്തണമെന്ന് നോക്കാം. നമുക്ക് അങ്ങോട്ട് ഇട്ടിട്ട് സഹായം ഞങ്ങൾ നടക്കാനുണ്ട്, പക്ഷെ നല്ല ക്രൗഡ് ഏരിയാസാണ്, നല്ല ക്രൗഡുണ്ട്. മഴ പെയ്തത് നല്ല രസമായിരുന്നു, പക്ഷെ മഴ പെയ്തില്ല. ഇത് ചെയ്യാനാണ് നല്ല രസമുള്ള വ്യൂസും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വ്യൂസാണ് ഇങ്ങനത്തെ. അപ്പോൾ നമുക്ക് പോണ വഴിക്ക് കാണാം. സ്ഥലത്ത് നമ്മൾ മിനി സ്വിറ്റ്സർലൻഡ് പോണ വഴിക്കുള്ള ഒരു ഏരിയ കേട്ടോ, ആ ഒരു ടൈപ്പ്. നല്ല രസമാണ് ഇവിടെ. ഗൈസ് ഇതുണ്ടോ, ഒരു ബോട്ടൊക്കെ വെച്ചിട്ട് കിടിലൻ സ്ഥലമാട്ടോ. നല്ല ഭയങ്കര ഇഷ്ടം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഏരിയ. നല്ല രസമുണ്ട്. നമുക്ക് താഴെ വരെ പോയി നോക്കാം. നമുക്ക് സ്ഥലം കണ്ടോ, ഇന്ന് രസമാണെന്നറിയോ, നല്ല കിടിലൻ വ്യൂ. ഞാൻ ഇന്ന് അപ്പുറത്തേക്ക് കിടക്കട്ടെ, ഇല്ല തെന്നി അടിച്ച് വീഴും. കിടിലൻ വ്യൂ, കിടിലൻ ഏരിയ. ലൈറ്റും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ലൈറ്റ് അല്ലെങ്കിൽ മഴ ഉണ്ടെങ്കിൽ സൂപ്പർ വീഡിയോ, സൂപ്പർ വീഡിയോ. ഇത് നമുക്ക് റീൽസൊക്കെ എടുക്കാൻ പറ്റിയ, അല്ലെങ്കിൽ വെഡ്ഡിങ് ഷൂട്ട്സൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ഏരിയ ആണിത്. നൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മളങ്ങനെ വന്നിട്ടോ നമ്മൾ ടൗണിലെത്തി. ഇവിടെ നിന്ന് ഒരു ചായക്കട ബജ്ജി കഴിക്കണം. നമ്മളങ്ങനെ മഴ കഴിക്കുന്നില്ല, കിട്ടില്ല മഴ. അപ്പം മഴയത്താണെന്നുണ്ടെങ്കിൽ മഴക്കാലം എപ്പോഴും ഉണ്ട്. എന്നിട്ടത് ഒരു ചായ കുടിക്കാൻ നിൽക്കുന്നു. ചായ കൊടുത്തിട്ട് കാണാം. ഗൈസ് നമ്മൾ അറ്റ് ലാസ്റ്റ് നാലാം വീട്ടിൽ വന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ വന്നാൽ ഇപ്പോൾ സമയം ഏതാണ്ട് 7 മണിയായി. നമ്മൾ ഇവിടെ നിന്ന് 3:30 പോയി, നമ്മൾ 7 മണിയാക്കി തിരിച്ചു വന്നു. എന്താ പറയുക, വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ പോകുന്നത്. മഴ പെയ്യുമ്പോഴാണ് ഇച്ചിരി ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് പോകാൻ തമിഴിൽ പോകാം. നമ്മൾ ഗൂഗിൾ മാപ്പിൽ മിനി സ്വിറ്റ്സർലൻഡിൽ സെർച്ച് ചെയ്ത് നിർത്താൽ മതി. നമുക്ക് തട്ടേക്കാട് സാഞ്ചുറി കഴിഞ്ഞ് അവിടെ നിന്ന് 1 കിലോമീറ്റർ, 200 സംതിങ് എന്തോ കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താവുന്നതാണ്. അത്ര അടുത്താണ്. നമുക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് 20 കിലോമീറ്റർ അടുത്ത് എന്തോ ഉള്ളൂ ബേഡ്സാണ്. അപ്പം കുറേ പോരായ്മകളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. വീഡിയോകളകത്ത് കുറേ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ പരിഹരിച്ചുകൊണ്ട് നമ്മളൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.